ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളും അവ്യക്തതകളും പരിഹരിക്കുന്നതിനായി വ്യക്തമായ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് KRLCC പ്രസിഡന്റും കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്തയുമായ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാളിക്കൽ, KRLCC ജനറൽ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജിജു ജോർജ് അറക്കത്തറ, കോഴിക്കോട് അതിരൂപത വികാരി ജനറൽ മോൺസന്യൂർ ഡോക്ടർ ജെൻസൺ പുത്തൻവീട്ടിൽ എന്നിവർ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. എന്താണ് ലത്തീൻ കത്തോലിക്ക സമുദായ സർട്ടിഫിക്കറ്റ്? KRLCC ജനറൽ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജിജു ജോർജ് അറക്കത്തറ സൺഡേ ശാലോമിനോട് പറയുന്നുവെന്ന് കേട്ടുനോക്കുക. പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് അടിയന്തരമായി സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതും പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതും. 2010 കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ ഉത്തരവിൻ പ്രകാരം 1947 മുൻപ് ക്രിസ്തുമത വിഭാഗത്തിൽ ലത്തീൻ സഭയിലേക്ക് ചേർന്നവർക്ക് മാത്രമേ ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് നൽകാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം നൽകുകയുണ്ടായി. പക്ഷെ 1947 എന്ന് പറയുന്നത് ലത്തീൻ സഭയെ സംബന്ധിച്ച്, ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് യാതൊരു പ്രസക്തിയുമില്ലാത്ത ഒരു കാലഗണനയാണ്. 1947 മുമ്പുള്ള റവന്യൂ രേഖകൾ പലപ്പോഴും ലഭ്യവുമല്ല. എന്ന് മാത്രമല്ല, പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി, പഠനത്തിനും ജോലിക്കും മറ്റ് സൗകര്യാർത്ഥം പല സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്തവരൊക്കെയുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് പ്രദേശങ്ങളിലൊക്കെ പോയി അവിടെ സമുദായ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അവിടങ്ങളിൽ ലത്തീൻ ക്രൈസ്തവരില്ല എന്ന് പറഞ്ഞ് നിരുപാധികം അവരുടെ അപേക്ഷകൾ തള്ളിക്കളയുകയും സർട്ടിഫിക്കറ്റ് നിഷേധിക്കുകയുമാണ്. അതുകൊണ്ട് കേരള സർക്കാരിന് മുന്നിൽ ഈ മെത്രാൻ സമിതി ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, 1947 മുമ്പ് ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റിന്റെ ഗുണഭോക്താവും അദ്ദേഹത്തിന്റെ പിതാവും ലത്തീൻ സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ വേണമെന്നുള്ള നിബന്ധന പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥന. 2016 ഒരു സർക്കുലർ ഗവൺമെന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ സർക്കുലറിൽ കൃത്യമായി പറയുന്നുണ്ട്, 1947 മുമ്പ് ഈ സമുദായ സർട്ടിഫിക്കറ്റിന്റെ ഗുണഭോക്താവും അദ്ദേഹത്തിന്റെ പിതാവും ലത്തീൻ സമുദായ അംഗങ്ങളാണെന്ന് തെളിയിക്കുന്ന രേഖ ഒഴിവാക്കിക്കൊണ്ട് അഭിമന്യ പിതാക്കന്മാർ നൽകുന്ന സത്യവാങ്മൂലത്തിന്റെ വെളിച്ചത്തിൽ, വില്ലേജ് ഓഫീസർമാർ നടത്തുന്ന അന്വേഷണത്തിന്റെ വെളിച്ചത്തിൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 2016 സർക്കാർ പുറപ്പെടുവിച്ച സർക്കുലറുണ്ട്. പക്ഷെ ഈ സർക്കുലറിന് പല വില്ലേജ് ഓഫീസർമാരും റവന്യൂ അധികാരികളും വില കൽപ്പിക്കാതെ ന്യായമായ ആവശ്യങ്ങൾ, കൃത്യമായ രേഖകൾ കൊടുത്തിട്ടും ഇവർക്ക് സമുദായ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് മെത്രാൻ സമിതി കേരള സർക്കാരിന് മുന്നിൽ റവന്യൂ ഉദ്യോഗസ്ഥരോട് അഭ്യർത്ഥിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. 2016 സർക്കാർ പുറത്തിറക്കിയ ഈ സർക്കുലറിനെ ഒരു ഗവൺമെന്റ് ഉത്തരവായി പുറപ്പെടുവിക്കുകയും അതുവഴി റവന്യൂ അധികാരികൾ ഇനിയും അർഹതപ്പെട്ട സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന പ്രവണത പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം മെത്രാൻ സമിതി അഭ്യർത്ഥിക്കുകയായിരുന്നു. ഈ നിവേദനത്തിലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ലത്തീൻ സമുദായത്തിലെ നാടാർ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന സമുദായ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. 2021 LDF സർക്കാർ നാടാർ ക്രൈസ്തവർക്ക് OBC കോട്ടയിൽ ഉൾപ്പെടുത്തി സംവരണം നൽകി ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ഈ ഉത്തരവിൽ SIUC ഒഴികെയുള്ള ക്രിസ്തുമത വിഭാഗത്തിലുള്ള നാടാർ സമുദായത്തെ സംസ്ഥാന OBC പട്ടികയിൽ ഉൾപ്പെടുത്തി സംവരണ ആനുകൂല്യം അനുവദിച്ച് ഉത്തരവാകുന്നു എന്നാണ് പരാമർശിച്ചിരുന്നത്. എന്നാൽ ഈ പരാമർശം പല റവന്യൂ ഉദ്യോഗസ്ഥരും ദുരുപയോഗം ചെയ്ത് ലത്തീൻ കത്തോലിക്കരിലെ നാടാർ വിഭാഗത്തിന് ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ നിവേദനത്തിലൂടെ ഞങ്ങൾ കേരള സർക്കാരിനോട്, ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കുന്നത്, ഈ ഉത്തരവിനെ ഭേദഗതി ചെയ്തുകൊണ്ട് സ്പഷ്ടീകരണം നൽകിക്കൊണ്ട് നാടാർ ക്രൈസ്തവർക്ക് OBC കോട്ടയിൽ ഉൾപ്പെടുത്തി സംവരണം നൽകിയ ഉത്തരവിനെ ഇപ്രകാരം തിരുത്തി സ്പഷ്ടീകരണം നൽകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. SIUCയും ലത്തീൻ കത്തോലിക്ക നാടാർ വിഭാഗവും ഒഴികെയുള്ള ക്രിസ്തുമത വിഭാഗത്തിലുള്ള നാടാർ സമുദായത്തെ സംസ്ഥാന OBC പട്ടികയിൽ ഉൾപ്പെടുത്തി സംവരണ ആനുകൂല്യം നൽകുന്നതിന് ഉത്തരവാകുന്നു എന്നുള്ള ഒരു സ്പഷ്ടീകരണം നൽകിയാണ് ലത്തീൻ സമുദായത്തിലെ നാടാർ സഹോദരങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരമാകും. ഈ രണ്ട് വിഷയങ്ങളും സംസ്ഥാന സർക്കാർ ഗൗരവത്തോടെ പരിഹരിക്കുമെന്നും ന്യായമായ ആവശ്യത്തിന് ന്യായമായ ഈ ആവശ്യം നിറവേറ്റി തരുമെന്നും തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം, ഈ രണ്ട് ആവശ്യങ്ങളിലൂടെയും കൂടുതലായി സംവരണം എന്തെങ്കിലും ആവശ്യപ്പെടുകയോ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് തട്ടിയെടുക്കുവാനോ നിഷേധിക്കുവാനോ യാതൊരു നീക്കങ്ങളുമില്ല. മറിച്ച് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണം കൃത്യമായി ലഭിക്കുവാൻ വേണ്ടി വിവിധ ഉത്തരവുകളിലുള്ള അവ്യക്തതകൾ പരിഹരിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ നിവേദനത്തിലെ ആവശ്യം.
തികച്ചും ന്യായമായ യുക്തിസഹമായ ഈ ആവശ്യങ്ങളിൽ സർക്കാർ സത്വരമായി ഇടപെട്ട് നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനായി കാത്തിരിക്കുന്നു.